അന്ന് ആ പെണ്ണ് റിജക്ട് ചെയ്തില്ലേ, അതിനുശേഷം ടിക്ടോക്ക് വന്ന് അന്ന് ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങൾ ഡ്യുവറ്റ് കളിച്ചത് എനിക്കായിരുന്നു. കൺമണിയുടെ കണ്ണനായി വാ അതാണ് ഒരു പ്രശ്നം. ആദ്യം ഭാര്യക്ക് വാങ്ങിക്കൊടുത്ത ഗിഫ്റ്റ് എന്താ? പള്ളേര്. വൈഫിന്റെ ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം പിസ്സ, മീൻ കറി, ചോറ്. അവസാനം കണ്ട പടം ആടുജീവിതം. പ്രേമലു ആടുജീവിതല്ലേ? അതല്ലായിരുന്നു. ഞാനുണ്ടേ. അത് അന്നത്തെ സാഹചര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഉമ്മ ഇങ്ങനെ, അതായത് ഞാന് സൗഫി, അപ്പൊ ആ കുളത്തിലോട്ട് ഇങ്ങനെ ജീവിതം അങ്ങനെ ഒടുക്കാൻ പോവാണ്. അന്ന് ഇത് മരണത്തിനാണോ കൊണ്ടുപോകുന്നത് പോലും എനിക്കറിയൂല. ഒരു ഏറ്റവും മനുഷ്യന്റെ ദുർബലമായ നിമിഷം മരണമാണ്. കാരണം എനിക്കിനി ലൈഫിലൊന്നും ചെയ്യാനില്ല, എല്ലാവരും കൈ ഒഴിഞ്ഞു തോന്നുമ്പോഴാണ് ജീവിതം അവസാനിപ്പിക്കുക. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഉമ്മാക്ക് തോന്നിയ ഒരു മണ്ടത്തരം എന്ന് മാത്രമേ ഞാൻ അത് പറയുന്നുള്ളൂ. ജീവിതത്തിൽ കണ്ട ഏറ്റവും ശക്തിയായ ഒരു സ്ത്രീ ആരാന്ന് വെച്ചാ KGF പാട്ടില്ലേ? വെയിറ്റ് ലോസിന് വേണ്ടി ഒന്നും കഴിക്കാതിരിക്കല്ല വേണ്ടത്. അജ്മി ഫ്രഷ് മെയ്ഡ് റോസ്റ്റഡ് റവ, വലിയ തരികളാൽ സമ്പുഷ്ടമായത്, ഓരോ നിമിഷവും ഉന്മേഷം നൽകുന്നു. അജ്മി ഫ്രഷ് മെയ്ഡ് റോസ്റ്റഡ് റവ, വെയിറ്റ് ലോസിന് ഒരു കാരണം. ഇപ്പൊ നിങ്ങളിപ്പം എല്ലാവരുടെയും ഇഷ്ടപ്പെട്ട ഉമ്മയും മോനും ഒരു അതിനുശേഷം വേറൊരു സംഭവം കൂടി പറയാണ്ട്. അന്ന് ആ പെണ്ണ് റിജക്ട് ചെയ്തില്ലേ, അതിനുശേഷം ടിക്ടോക്ക് വന്ന് അന്ന് ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങൾ ഡ്യുവറ്റ് കളിച്ചത് എനിക്കായിരുന്നു അല്ലേ? അത് ഇപ്പോഴും എൻ്റെ മൊബൈലിലുണ്ട്. അത് ഞാൻ ഒരു വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് പെണ്ണുങ്ങൾ കാത്തിക്കായിരുന്നു. ചിലപ്പോൾ അത് അറിയുന്നവരെന്തായാലും ഒന്ന് കമന്റ് ചെയ്യണം. കാരണം അത്രയും, കാരണം ഞാൻ ഫുള്ള് ഞാനൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ കഥ വെയിലത്ത് പണിയെടുക്കണം എന്ന് പറഞ്ഞിട്ട് ഫുള്ള് പെണ്ണുങ്ങൾ അന്ന് ഫുൾ ചാറ്റും കോളും, അതായത് എന്തൊക്കെയോ വന്ന് എനിക്ക് തന്നെ അറിയില്ലായിരുന്നു. അതാണ് ഞാനിപ്പോൾ അതിപ്പോൾ പറഞ്ഞതാണ്, ചിലപ്പോൾ എല്ലാവർക്കും അറിയണേ. അന്ന് ഞാൻ ഒരു വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയായിരുന്നു. അതാണ് ഒരു പ്രശ്നം. അല്ല ശരിക്കും അങ്ങനെ എന്താ നിന്ദിക്കപ്പെട്ടെടുത്ത് വന്നിക്കപ്പെടും എന്നല്ലേ? അതാണ്. ഇനിയിപ്പോ ഓളിഞ്ഞ് വന്നിച്ചാലും കാര്യമില്ല, ഇവിടെ നിന്ദിക്കും. ഇനി ഓളെ ഞാൻ വന്നിച്ചാ ഇവിടെ ഞാൻ നിന്ദിക്കുന്നതാണ്. അതിനുണ്ടാവില്ല അപ്പോഴത്തെ ഒരു തീരുമാനം. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഫാമിലി നിങ്ങളുടെ വീഡിയോസ് കാണുമ്പോൾ തന്നെ ശരിക്കും നമ്മളുടെ തൊട്ടടുത്ത വീട്ടിൽ നടക്കുന്ന ആൾക്കാരുടെ കഥകൾ പോലെയാണ് തോന്നുന്നത്. ഇപ്പോൾ ഈ ഒരു യാത്രയിൽ ഒരുപാട് സന്തോഷമുള്ള നിമിഷങ്ങൾ ഇപ്പം പറഞ്ഞല്ലോ ഉണ്ടായിട്ടുണ്ടാവും. എന്നാലും ഏറ്റവും കൂടുതൽ സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞൊരു മൊമെന്റ് ചെയ്തായിരുന്നു. നമ്മളിപ്പോ എല്ലാരും പരിഗണിക്കുന്നതാണ് സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞ മൊമെന്റ്. അവഗണന ഉള്ളിടത്ത് പരിഗണന ഉണ്ടാകുമ്പോ എന്താവും? അത് സന്തോഷമുള്ള. കാരണം എല്ലാ കല്യാണത്തിനും വന്ന് ക്ഷണിക്കുന്നു ഒക്കെ നമ്മൾ പരിഗണിക്കുമ്പോൾ എവിടെ ചെന്നാലും നമുക്കൊരു പരിഗണന കിട്ടുമ്പോൾ അത് വലിയ കാര്യം തന്നെയാണ്. അതന്നെ. ഓക്കെ. ഇപ്പം നമ്മളിങ്ങനെ നിങ്ങളെ കുറിച്ച് അന്വേഷിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങൾ തരണം ചെയ്ത് വന്ന ആൾക്കാരാണ്. എന്നാലും ഒരു പണ്ട് നടന്ന ഇൻസിഡന്റ് കേട്ടിട്ടുണ്ട്. അതായത് മരണം കൺമുന്നിൽ കണ്ടിട്ട് അവിടുന്ന് തിരിച്ചു വന്ന ഒരു കഥയുണ്ട്. ഇത്രയും ചിരിച്ചിരിക്കുന്ന ഉമ്മാക്ക് ഈ നമ്മള് കേട്ടിട്ടുണ്ട്. ഇത്രയും തമാശയും പറഞ്ഞ് കൗണ്ടർ അടിച്ചിരിക്കുന്ന ആൾക്കാരുടെ പിന്നിലും നമ്മൾക്ക് ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ഉണ്ടാവും. ഇമ്മാന്റെ ഒരു സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചാർലി ചാപ്ലിൻ എങ്ങനെ ആളുകളെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യൂലേ, സ്വയം സങ്കടങ്ങൾ ഉണ്ടെങ്കിലും ആളുകളെ ചിരിക്കാൻ വേണ്ടി ഉമ്മ ചെയ്യുന്നതാണ് ഈ കാര്യങ്ങളൊക്കെ. പക്ഷെ ഉമ്മക്ക് എന്താ പറയണ്ടേ, എവിടെ എന്താ പറയേണ്ടതെന്ന് ഉമ്മക്ക് അറിയില്ല കേട്ടോ. ഒരു കാര്യം, അത് ഈ വിദ്യാഭ്യാസത്തിന്റെ കുറവുകൊണ്ടാണ്. ഞാൻ എപ്പോഴും വിദ്യാഭ്യാസത്തിന്റെ കുറവാണ്, എഴുതാനും വായിക്കും. അത് ഞാൻ പറയുന്നത് വെച്ചാൽ ഞാൻ പറയുന്നത് ഉമ്മ അക്സെപ്റ്റ് ചെയ്യും. എനിക്ക് ചിലപ്പോൾ എൻ്റെ ഉമ്മ വിദ്യാഭ്യാസം ഇല്ലാത്ത ആളെന്ന് എനിക്ക് നാലാളോട് പറയുമ്പോൾ എനിക്കാണത് ശരിക്കും ഇത് വേണ്ടത്. ഞാനത് തുറന്ന് പറയണ്ടെങ്കിൽ എൻ്റെ കുറവ് പോലും ഞാൻ പറയണ്ടേ. നമ്മളൊരു മനുഷ്യൻ്റെ എപ്പോഴും ഏതൊരു മനുഷ്യനും ചിന്തിക്കുക എൻ്റെ നല്ലത് മാത്രമേ നാലാൾ അറിയാമ്പോൾ ശരിക്കും മണ്ടത്തരാം. നമ്മുടെ നല്ലത് പറയണം, നെഗറ്റീവ് പറയണം. നല്ലൊരു മനുഷ്യൻ ആഗ്രഹിക്കുകയാണ് എനിക്ക് എല്ലാ സൗകര്യവും വേണം, എല്ലാതും എനിക്ക് വേണം. അപ്പോൾ നാളെ മരിച്ചു പോകുമ്പോൾ ചോദിക്കുകയാണ് ഈ വിഷമം അനുഭവിച്ചിരുന്നോ, ഈ ദുഃഖം അനുഭവിച്ചിരുന്നോ, ഒന്നും അനുഭവിച്ചു. അതൊക്കെ അനുഭവിക്കാനുള്ളതല്ലേ. ഒരു മനുഷ്യൻ്റെ ലൈഫിൽ വിഷമങ്ങൾ ഉണ്ടാവും, ഇടങ്ങേറുണ്ടാവും, സന്തോഷം ഉണ്ടാവും, എല്ലാതും കിട്ടണം. അതെല്ലാം അനുഭവിച്ച ആളാണ് ഉമ്മ. ആ ഇടങ്ങേറിലൂടെ പോയതാണ് ആ പണ്ടത്തെ കഥ ഉള്ളത്. സംഭവം അത് അന്നത്തെ സാഹചര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഉമ്മ ഇങ്ങനെ
അതായത് ഞാൻ സൗഫി ഉമ്മ അങ്ങനെ അവിടെ ഒരു കുളം ഉണ്ടായത്. എന്ത് കുളമാണ്? ചക്കരല്ല ഉണ്ടോ? 3 കുട്ടികൾ. ഏത് കുളം? പന്നിക്കുളം എന്ന് പറഞ്ഞിട്ടൊരു കുളമുണ്ട്. അപ്പോൾ ആ കുളത്തിലോട്ട് ഇങ്ങനെ ജീവിതം അങ്ങനെ ഒടുക്കാൻ പോവാണ്. ജീവിതം എടുക്കാൻ തന്നെ ഏകദേശം കഴുത്തിലെ വെള്ളം ഏകദേശം ഇതുവരെ എത്തിക്കണേ. അതായത് ചക്കര ഉമ്മയുടെ ഒക്കത്താ. ചക്കര കഴുത്ത് വരെ എത്തുമെന്ന് വെച്ചാൽ ചക്കര മുങ്ങിയിട്ടുണ്ടാവും. അത് ഞാൻ സോഫി ഇപ്പുറത്തെ ഞാൻ ഇപ്പുറത്തെ കയ്യിൽ ഇങ്ങനെ പോവാ. സോഫിനേക്കാൾ കുറച്ച് മുകളിൽ അങ്ങനെ നടക്കുക. നമുക്ക് അന്ന് ഇത് മരണത്തിനാണോ കൊണ്ടുപോകുന്നത് പോലും എനിക്ക് അറിയൂല. നമുക്കന്ന് ചെറിയ കുട്ടികളല്ലേ, അന്ന് കുളത്തിൽ ഇറങ്ങാ വെച്ചാൽ നമ്മൾ രാത്രി കുളിക്കാൻ പോകുന്ന വിചാരിച്ചിട്ടുണ്ട്. മുക്കി കൊല്ലാൻ കൊണ്ടുപോകണമെന്ന് എനിക്ക് അറിയില്ലല്ലോ. രാത്രി കുളിക്കാൻ കുളത്ത് കൊണ്ടുപോകുമ്പോൾ ആരെങ്കിലും ഇങ്ങോട്ട് പറഞ്ഞിട്ട് തന്നെ നിങ്ങൾ കൊല്ലാൻ കൊണ്ടുപോകുന്നോണ്ട് ആരെയും കൊണ്ടുപോകും. എന്നാ പിന്നെ നടക്കുവോ? ഇല്ല, അതല്ല. അങ്ങനെ നമുക്ക് അത്രയും, അതായത് ഉമ്മ ഒരു സ്റ്റേജിൽ നിന്ന് പോയപ്പോൾ ഒരു ഏറ്റവും മനുഷ്യൻ്റെ ദുർബലമായ നിമിഷം മരണമാണ്. കാരണം എനിക്കിനി ലൈഫിലൊന്നും ചെയ്യാനില്ല, എനിക്കിനി ഒന്നും ഇതാവാൻ പറ്റില്ല, എല്ലാവരും ഒറ്റപ്പെട്ടു, എല്ലാവരും ഇതാക്കി, എല്ലാവരും കൈ ഒഴിഞ്ഞു തോന്നുമ്പോഴാണ് ജീവിതം അവസാനിപ്പിക്കുക. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഉമ്മക്ക് തോന്നിയ ഒരു മണ്ടത്തരം എന്ന് മാത്രമേ ഞാൻ അത് പറയുന്നുള്ളൂ. അന്ന് ഉമ്മ ഞാനാ നോക്കിയതില്ലേ, ഉമ്മാനൊരു നോട്ടം നോക്കി ഞാനിങ്ങനെ. ആ നോട്ടത്തിൽ ഉമ്മ വെച്ച കാല് നേരെ പിന്നോട്ട് വെച്ചു. ഇന്ന് ഈ ലെവലിൽ ആ നോട്ടം ഇപ്പം ഞങ്ങൾ നോക്കിയത്. അതാണ് മെയില്. കുറേ ലൈഫുണ്ട് പറഞ്ഞ തീരുല്ല. കാരണം ഇൻ്റർവ്യൂവിൽ എപ്പോഴും തഗ്ഗുമ്മ അല്ല, ഇത് കരച്ചിലുമ്മയാണ്. ആളുകൾക്ക് ചിരിക്കാൻ വേണ്ടി തനിയെ ജോക്കറാവും. ലൈഫ് കുറേ ഉണ്ട്. അങ്ങനെയാ എനിക്ക് തോന്നുന്നു, അങ്ങനെ വേണം അല്ലേ? അതാണ് ലൈഫ് നമ്മളെല്ലാം അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇപ്പോഴും ഒന്നിനോടൊരു ആർത്തി എനിക്ക് ഇപ്പോഴും ഇല്ല. ഇപ്പം ഈ വീട് വെക്കുന്നുണ്ടെങ്കിൽ എന്ത് വാങ്ങണം, എനിക്കൊന്നിനോട് ആർത്തിയില്ല. കാരണം ഇതൊക്കെ നമുക്ക് കനിഞ്ഞതാണ്. അപ്പോൾ അതൊക്കെ ഒരു സൗഭാഗ്യമായിട്ട് കാണാൻ, അല്ലാതെ അഹങ്കരിക്കുന്നില്ല. ഇപ്പം എനിക്ക് തോന്നുന്നു ജീവിതത്തിൽ കണ്ട ഏറ്റവും ശക്തിയായ ഒരു സ്ത്രീ ആരാന്ന് വെച്ചാൽ എല്ലാ മക്കളും അങ്ങനെ തന്നെ പറയും. KGF പാട്ടില്ലേ, ഏതാണ്? പക്ഷെ ഇപ്പൊ ഭയങ്കര. പിന്നെ ഇവിടെ വന്നിട്ടാണെങ്കിലും ആൾക്കാരെ തട്ടി മാത്രം മുതിരിട്ട് ബാക്കിയുള്ളവരൊക്കെ വളർത്താനൊക്കെ നോക്കിക്കേ. എല്ലാ ഉമ്മമാരും കുറെ എല്ലാവരും നമ്മളിപ്പോ കുറെ കമന്റ്സ് തന്നെ, ഈ മാത്രല്ലേ പെങ്ങളെ കെട്ടിച്ചിട്ടുള്ളൂ, ഈ മാത്രല്ലേ ഉമ്മാനെ നോക്കിയിട്ടുള്ളൂ, ഈ മാത്രല്ലേ കുടുംബം. എല്ലാരും ചെയ്തിട്ടുണ്ടാവും. ഞാൻ എന്റെ കാര്യം പറയുന്നേ, എനിക്ക് അനുഭവിച്ചതല്ലേ എനിക്ക് പറയാം. ഞാൻ ഇന്നേ വരെ ഞാൻ വേറെ ആരും അത് ചെയ്തിട്ടില്ല എന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല, അത് പറയൂല. ഏത് മനുഷ്യനാണെങ്കിലും അവരുടെ ലൈഫിൽ എല്ലാതും ഉണ്ടാവും. ഞാനൊരു പ്ലാറ്റ്ഫോമിലാണെമ്പോൾ എൻ്റെ കാര്യമല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പം നെഗറ്റീവ് പറഞ്ഞാൽ ഞാൻ മാത്രമല്ല, ഒരുപാട് ഇന്നേക്കാളും സഹിച്ച ആളുകൾ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ എനിക്ക് ഞാൻ ചെയ്തത് വലിയൊരു കാര്യമാണ്, അതത്രേ ഉള്ളൂ. അതിൽ ഞാൻ ഇപ്പോൾ അഭിമാനം കൊള്ളുന്നുണ്ട്. കാരണം ഇവരൊക്കെ ഈ ഒരു നിലയിൽ കാണുന്നത്, ഈ ചിരിക്കണതും ഈ ഒരു സന്തോഷം എനിക്ക് കാണാൻ പറ്റി. ചെറിയ പ്രായത്തിൽ പടച്ചോ കരിഞ്ഞു എന്ന് പറയാം, അത്രേ ഉള്ളൂ. സത്യം. ഇപ്പം നമ്മള് ഏതൊരു കുട്ടിയുടെയും ചെറുപ്പത്തിലെ ആണെങ്കിലും ഒരു പ്രായം വരെ ശരിക്കും താങ്ങാൻ നിൽക്കേണ്ടത് നമ്മുടെ അച്ഛന്മാരാണ്, പിതാവായിരിക്കും. പിതാവ് ഒരു പേടി സ്വപ്നമായിട്ട് വരുന്ന ആ ഒരു അവസ്ഥയ്ക്ക് അതൊക്കെ എങ്ങനെയായിരുന്നു തരണം ചെയ്തത്? അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അനുഭവിക്കുന്ന അല്ലേ, അത് അനുഭവിക്കുന്ന വേണം. ഇങ്ങനെ ഒറ്റ റൂമിൽ ഒരു ചാക്കിൻ്റെ ഇടയിൽ 2 കുട്ടികൾ. ഞാനിപ്പോൾ എന്താ വെച്ചാൽ അതിനെക്കുറിച്ച് ഇപ്പോൾ പറയാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ പണ്ടത്തെ കാര്യമാണ്. ഇപ്പോൾ പിതാവ് ഓക്കെയാണ്, പിതാവിന് മാറ്റിയെടുത്തു. അപ്പോൾ പിന്നെ അതിലോട്ട് പോകുമ്പോൾ പിന്നെ അതൊരു വിഷമമായിട്ട് മാറും. നമ്മളെ സാഹചര്യത്തിൽ അതൊക്കെ സംഭവിച്ചു. ചിലപ്പോൾ ആർക്കും ഒരു തെറ്റ് പറ്റാം, പക്ഷെ ആൾക്ക് ആ ഒരു തെറ്റ് മാത്രമേ പറ്റുള്ളൂ. അത് മാത്രമാണ് ഉമ്മയുടെ ഇപ്പോൾ ഏറ്റവും വലിയ ആശ്വാസം. അല്ലമ്മ, ആ ഒരു തെറ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതിലും തെറ്റുകൾ ചെയ്തപ്പോൾ പുറമേ മാന്യനായിട്ട് നടക്കുന്ന എത്ര പേരുണ്ടാവും. അതിൽ കാര്യമില്ല. ഒരു മനുഷ്യൻ മദ്യപിച്ചു, അയാൾക്ക് ആ ഒരു തെറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ മദ്യപിക്കാത്ത ഒരാൾ പുറത്തിരുന്ന് എന്തെല്ലാം ചെയ്യുന്നുണ്ട്, അടുത്തൊരാളെ കുറ്റം പറയുന്നു, കുറവുകൾ പറയുന്നു, കളിയാക്കുന്നു, ഇതാക്കുന്നു. ഇയാൾക്കൊരു കുറവേ ഉള്ളൂ. ആൾ മദ്യപിക്കും, റോട്ടിൽ കിടക്കും, അതാക്കും. അതായത് പൊതുവെയുള്ള ആളുകൾ. പക്ഷെ അവർക്കൊരു കുറവുണ്ടാകാൻ ആരെയും കുറ്റം പറയാൻ പോകില്ല. അവർ സ്വയം ഇതാവുന്നേ ഉള്ളൂ. അല്ലാതെ ഒരാളെ കുറ്റം പറയാനോ ഒരാളെ അങ്ങനെയാണെന്നോ ഒരാളെ പറ്റിക്കാനോ ശ്രദ്ധിക്കാനോ. അവർക്ക് രാവിലെ ആയി കഴിഞ്ഞാൽ അവരാണ് സത്യം പറഞ്ഞാൽ ഈ നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ആൾക്കാർ അവരാവും. നമ്മൾ ബുദ്ധി ഉള്ളവരാണ് അടുത്തുള്ളവരെ. മറ്റൊരു ബുദ്ധി ഇല്ലാത്തവരെന്ന് പറയല്ല, അവർക്ക് ചിന്ത വരുമ്പോൾ അവർ വേറെ അവരുടെ കുടുംബത്തിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലേ? ശരിയല്ലേ? എനിക്ക് തോന്നിയ കാര്യം പറയുന്നത്. കാരണം ഞാൻ അവരെ കൂടി നടന്നിട്ടുണ്ട്, മറ്റവരെ കൂടി നടന്നിട്ടില്ല. എല്ലാവരും കൂടി എനിക്ക് തോന്നിയത് ബെറ്ററായ കാര്യം ഞാൻ പറയാം. പക്ഷെ അതുകൊണ്ട് എല്ലാവരും നമ്മൾ കുടിക്കാനുള്ളത് പ്രോത്സാഹിപ്പിക്കല്ല. കുടി പറ്റൂല. അത് അനുഭവിച്ചത് സ്ത്രീകൾ മാത്രമാണ്. അവർക്കാണ് അത് അനുഭവിച്ചത്. ഇപ്പം ഞാൻ കുടിക്കുകയാണെങ്കിൽ ഉള്ള അവസ്ഥ എന്താവും?
അത് ഉമ്മയുടെ അവസ്ഥ വരും. കാരണം അപ്പം ഞാൻ ചിന്തിക്കണം അത് ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഞാൻ ചിന്തിക്കണം. ചിലപ്പോൾ അത് ചിന്തിക്കാൻ പറ്റാത്തതുകൊണ്ടാവാം അന്ന് ആർക്കൊരു അബദ്ധം പറ്റും. പിന്നെ അത് മാറ്റേണ്ടത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിയുള്ള ആളുകളാണ്. അപ്പോൾ ഞാൻ ഇന്ന അത്ര ദ്രോഹിച്ചല്ല, എനിക്കത് മാറ്റാൻ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് നിൽക്കല്ലായിരുന്നു. അപ്പോൾ എന്നോട് ഞാനവിടെ കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പറഞ്ഞത്, കൗൺസിലർ പറഞ്ഞത്, നീ ചെയ്താണ് ഇപ്പോൾ ഏറ്റവും വലിയ ശരി. ഒരുപാട് മക്കളുണ്ട്. അപ്പോൾ ഈ മക്കളൊക്കെ ഇവർ വരുമ്പോൾ ഇന്ന അത്ര ദ്രോഹിച്ചു, ഞാൻ എന്തിനാണ് നോക്കുന്നത്, എന്നോടാണ് ഡോക്ടർ പറഞ്ഞു ഈ എന്തിനാ നോക്കുന്നത് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരാൾക്കൊരു തെറ്റ് പറ്റി ആൾ നന്നായി കഴിഞ്ഞാൽ എനിക്കാണത് കാര്യം അല്ലേ. അതുകൊണ്ടാണ് എനിക്ക് അന്ന് ഹോസ്പിറ്റലിൽ ഏകദേശം 3.5 ലക്ഷം രൂപയാണ് റീഅഡിക്ഷനിൽ പൈസ വന്നിട്ടുള്ളത്. ഞാൻ ആദ്യം എനിക്ക് യൂട്യൂബിൻ്റെ ഉമ്മാക്ക് കൊടുത്ത് പൈസ കൊടുത്ത് അതിനൊക്കെ ശേഷം ഞാൻ ഒരു കൂട്ടി വെച്ചത് നേരാക്കാൻ വേണ്ടിയിട്ടാണ്. നേരാക്കി ഇപ്പോൾ കൂടെ നിർത്തണം. കംപ്ലീറ്റ്ലി സുഖമായിട്ടിരിക്കുന്നത്. ഇപ്പോൾ കുറച്ച് അസ്വസ്ഥതകളുണ്ട്, ശാരീരികമായിട്ട് കുറച്ച് അസ്വസ്ഥതകളുണ്ട്. എനിക്കിപ്പോൾ ഇനി പണ്ടത്തെ ഇനി എന്തായാലും വാപ്പയാണെങ്കിലും ഉമ്മയാണെങ്കിലും തെറ്റുകൾ ചെയ്താൽ ഇനിയിപ്പോൾ മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചിലപ്പോൾ അതിൻ്റെ അറിവില്ലായ്മ കൊണ്ടോ ഇപ്പം ഞാനത് തിരുത്താൻ ശ്രമിക്കുകയാണ്. എന്തായാലും ചെറുതായിട്ട് നമ്മുടെ മൂടൊക്കെ ചിരിപ്പിച്ച് മൊത്തം ദിവസം പോയിട്ടാ. അപ്പൊ എന്തായാലും നമ്മൾ ചെറുതായിട്ട് തമാശയിൽ തുടങ്ങി, പിന്നെ നമ്മൾ എപ്പോഴും തമാശ മാത്രവും പറ്റില്ല, സീരിയസ് ആയി. എന്തായാലും വെറൈറ്റി മീഡിയ ഒരുപാട് താങ്ക്സ്. കാരണം നമ്മൾ ഒന്നും കൂടി പഴയ കാലത്തിലോട്ട് എത്തിച്ചു അല്ലേ. നല്ലതായിട്ടല്ലേ പറഞ്ഞു, നന്നായിട്ട് തന്നെ. ഇതൊക്കെ റിയൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്, ഒന്നും അഭിനയോ വരുത്തിയതോ ഒന്നുമില്ല. ഒരു മനുഷ്യന്റെ ഫാമിലിയിൽ അനുഭവിച്ചത് അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇനി പറയാത്തത് ഒരുപാടുണ്ട്, അതിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങൾ. ഇനി എന്തായാലും പോസിറ്റീവ് ചിന്തിച്ചിട്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇങ്ങടെയൊക്കെ ഒരു ഭാഗമായിട്ട് ഇങ്ങടെയൊക്കെ കൂട്ടത്തിൽ ചിരിച്ച് കളിച്ച് എന്നും ഉണ്ടാവില്ലേ. ഓക്കെ, അപ്പം എന്തായാലും പാട്ട് പാടുന്ന ആൾക്കാരാണ്. അനിയത്തിക്ക് വേണ്ടി ഒരു പാട്ട് പാടി ഇറക്കി. പിന്നെ ഞാൻ വന്നപ്പോ സമയത്ത് റൂഹായി ചേർത്ത് പാട്ട് പാടി. ഈ ഒരു അവസരത്തിൽ ഉമ്മക്ക് വേണ്ടി ഒരു പാട്ട് പാടാൻ പറഞ്ഞു. അത് ഞാൻ ഏതിഷ്ടമാണ് പാടാട്ടോ. ആ പാട്ട് പാടി ഉമ്മ കരയും. അതായത് ഞാൻ ആദ്യമായിട്ട് പാടിയൊരു പാട്ടുണ്ട്. അതായത് എഴുതിയിട്ട് ഉമ്മയുടെ ജീവിതം വെച്ച് എഴുതിയൊരു പാട്ട്. അത് ജസ്റ്റ് അതിൻ്റെ ഇടയത്തൊരു പോർഷൻ ഞാൻ പാടിത്തരാം. മൈക്ക് വേണ്ട, അത് സൗണ്ട് പുറത്തേക്ക് വരുമല്ലോ. അത് സ്പ്രേ അടിക്കണോ വെച്ചില്ല, വീഡിയോ എടുക്കാൻ വന്നപ്പോൾ അതേ മാതിരിയാ. വീഡിയോയിൽ സ്പ്രേ കിട്ടൂലല്ലോ, മൈക്ക് ഓൾറെഡി ഇവിടെ ഉണ്ട്. ഓക്കെ, അതിനെ 4 പേര് പാടിയിട്ട് ഇതാക്കല്ലേ നമ്മുടെ ജീവിതം കേട്ടോ. കണ്ണീരിൻ തിരമാലകളെ തട്ടത്തിൻ തുമ്പിലൊതുക്കി പുകയുന്നൊരു ചൂടിലും ഉമ്മ സങ്കടം ചൊന്നില്ല. ഇന്നേ വരെ ഇന്നതു വേണം എന്നു പറഞ്ഞില്ല. സുബ്ഹാനെ നാളെ അവിടെ ഉമ്മാനെ റാണിയാക്ക്, സ്വർഗത്തിൽ 1000 ഹൂറിമാരെ തോഴിയാക്ക്. സുബ്ഹാനെ നാളെ അവിടെ ഉമ്മാനെ റാണിയാക്ക്, സ്വർഗത്തിൽ 1000 ഹൂറിമാരെ തോഴിയാക്ക്. എനിക്കെൻ്റെ ഉമ്മാനെ ആ മദീന കാട്ടണം, ഉമ്മാൻ്റെ കൂടെ നാളെ സ്വർഗത്തോപ്പിൽ ചേരണം. അതായത് അതിൽ ഫസ്റ്റിലെ വരിയുണ്ട്. അതായത് അത് വരിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അർത്ഥമുള്ള 5 നേരം പ്രാർത്ഥനയിൽ ഒരു തേട്ടമേയുള്ളൂ, ഉമ്മാക്ക് മുമ്പേ എൻ്റെ റൂഹ് പിടിക്കണം. അതിന് മനസ്സിലായോ എന്താ? അതായത് 5 നേരം നിസ്കരിക്കുമ്പോഴും ആകെ ഒരു പ്രാർത്ഥനയുള്ളൂ, ഉമ്മാക്ക് മുന്നേ എന്നെ വിളിക്കല്ലേ. മനസ്സിലായില്ലേ? ഓക്കെ, പക്ഷെ വളരെ മനോഹരമായിട്ടുണ്ട്. ശരിക്കും ഒരു നല്ലൊരു ഫീൽ, നല്ല പാട്ട്. ചെറിയൊരു സെഗ്മെന്റ്, ലാസ്റ്റ് സെഗ്മെന്റ് ആണ്, ഇവർക്ക് മാത്രമേ ഉള്ളൂ. നിങ്ങൾ രക്ഷപ്പെട്ടു. ഒരു മനപ്പൊരുത്ത റൗണ്ട് ഒരു 5-6 ക്വസ്റ്റ്യൻ എഴുതിയാൽ മതി. അതെ, കാലം മറന്നേ. ശരിയല്ലേ? എങ്ങനെ പിടിക്കാതെ പറ്റുമോ? ഓക്കെ, അടുത്തത് ഒരു ചെറിയ മനപ്പൊരുത്തം റൗണ്ട് ആണ്. നിങ്ങൾ തമ്മിൽ എത്രമാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം എന്ന് ഇപ്പോൾ നമ്മൾ അറിയും.
ഞാൻ കുറച്ച് ചോദ്യം ചോദിക്കും, അതിന് രണ്ടുപേരും ഉത്തരം എഴുതണം. കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾ മനഃപ്പുറത്തുമുള്ള ആൾക്കാർ. ഓക്കെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വൈഫിന്റെ ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ. ഓ, പ്രഗ്നൻസി ടൈമിൽ കുറെ ഇഷ്ടമുണ്ടാവല്ലേ? എന്നാലും എനിക്ക് കൺഫ്യൂഷൻ ആവും. രണ്ടുപേരും എഴുതണേ. ആൾക്ക് എന്ന് വാങ്ങി ഞാനും എഴുതണം. ആ, രണ്ടാളും എഴുതണേ. എന്താ ആൻസർ? രണ്ടാളും തിരിച്ചു നോക്കട്ടെ. പിസ്സ. പിസ്സ. മീൻ കറി ചോറും. അത് തെറ്റിക്കോ? വളരെ അതിപ്പോ വിജയകരമായി. പറയണതായിട്ട് സംഭവം ശരിയാണ്. പ്രഗ്നന്റ് ആയാലും എനിക്ക് ഞാൻ അതന്നെ പറയല്, എനിക്ക് മീൻ വേണം. പിന്നെ പറയണല്ലേ വാങ്ങി കൊടുക്കാൻ പറ്റുള്ളൂ. അതെ. നൗഫലിന്റെ ഇഷ്ടമുള്ള കളർ. ഞാൻ എഴുതണോ? ഞാൻ എഴുതണല്ലേ? വേഗം എഴുതിയ വേഗം പോവാം. പരീക്ഷയാണ്. ഏതാ? ബ്ലാക്ക്. ബ്ലാക്ക്. അത് കറക്റ്റ്. അതെങ്ങനെ കിട്ടി? അടുത്തത്, വഴക്കുണ്ടാക്കുമ്പോ ആദ്യം സോറി പറയുന്നത്. സോറി, അതെന്താ സാധനം എന്നൊക്കെ. ആരാ? ഇക്ക. ഓ, കറക്റ്റ്. ആദ്യമായിട്ട് ഒരുമിച്ച് കണ്ട സിനിമ. എന്താ ആലോചിക്കണ്? ഇപ്പൊ ചില സത്യങ്ങൾ പുറത്തു വരും. ആദ്യമായിട്ടു അത് വെള്ളപ്പൊക്കല്ലേ? വെള്ളപ്പൊക്കം. ഒരു വെള്ളപ്പൊക്കം 2018. 1918. 2018. അതല്ല. വേഗം. 1918. തിയേറ്ററിൽ പോയി കണ്ട പടം. തിയേറ്ററിൽ പോയി കണ്ടോടാ? ആദ്യമായിട്ട് ഒരുമിച്ച്. നിങ്ങൾക്ക് സിനിമയ്ക്ക് പോയിട്ടല്ലേ? ഞങ്ങൾ അങ്ങനെ സിനിമക്ക് പോയിട്ടില്ല. ഞങ്ങൾ അവസാനം കണ്ട പടം. അത് വേണം ഇതാ. അതിന് 18. പേര് 18 വേറെ പോയിക്കണു. ഇമ്മേ. അമ്മയോ? ഞാൻ പേര് പെട്ടെന്ന് മറന്നു. ഓക്കെ. എന്താ? ആടുജീവിതം. ആടുജീവിതം എന്തേ? പ്രേമലു. ആടുജീവിതല്ലേ? സത്യം ആരോടും പ്രബലമായി. അത് അല്ലായിരുന്നു. ഞാനെന്നെ കഴിഞ്ഞാൽ ആടുജീവിതം കണ്ടു. ശരിക്കും ഏതാണ്ട്? ആടുജീവിതം ലാസ്റ്റ്. പക്ഷെ ഇത് തെറ്റല്ലേ? അപ്പൊ തെറ്റ്. അടുത്തത്, ആദ്യം ഭാര്യക്ക് വാങ്ങിക്കൊടുത്ത ഗിഫ്റ്റ്. അങ്ങനൊന്നുമില്ല. അങ്ങനെയൊന്നും ഇല്ലടാ. ശരിക്കും ഗിഫ്റ്റ് ഫസ്റ്റ് ആയിട്ട് ആ, എന്താ? പള്ളയില് ഇത് വല്ലാത്തൊരു ഇനി ചോദ്യത്തിന് ഉത്തരം വേണം. അത് ഗിഫ്റ്റ് ആൾക്കാർ കാണുള്ളൂ. വേറെ മറ്റേ ഒളിച്ചു വെക്കൂലേ? ഇതിങ്ങനെ പറ്റില്ലല്ലോ. പറ്റൂലല്ലോ. ആ, എല്ലാരും കാണാം. ആ, അത് കറക്റ്റാ. 199% മാർക്ക്. ഉമ്മ ജയിച്ചു. ജയിച്ചു. ഉമ്മയാണ് വിന്നർ. പേര് പേക്കുറി ഓക്കെ, ഒരെണ്ണം കൂടെ ചോദിക്കാം. ഗിഫ്റ്റ് മറ്റെന്ത് പറഞ്ഞാലും ഒളിച്ചു പോയി. ഇത് പിന്നെ എല്ലാരും 10 ആള് കാണുമല്ലോ. കാണും. ആ, ശരിയല്ലേ? ഗിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒളിച്ചു വെക്കാൻ പറ്റുന്ന സാധനമാണ് ഗിഫ്റ്റ്. ഇതൊരു ഗിഫ്റ്റ് ആണ്. ആ. പഠിച്ചു തരുന്നത് അല്ലേ? അത് പഠിച്ചോമ്പോ ഗിഫ്റ്റ് ആണ്. ഓക്കെ. ആ ലോകത്ത് വെച്ചിട്ട് വലിയ ഗിഫ്റ്റ് ഇതാ അല്ലേ? അതെ. ശരി. ഓക്കെ. 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 ഇനി സെറ്റ് ആക്കി തന്നിട്ടുണ്ട്. നൗഫലിന് വാങ്ങാൻ ആഗ്രഹമുള്ള ഒരു വണ്ടി. അത് ഓൾറെഡി ഇല്ലല്ലോ. ഏതാ? ബ്രസ്. ആ, ബ്രസ്. ആ, അല്ലാതെ എന്റെ ഉള്ള വണ്ടി ഇപ്പൊ വാങ്ങാൻ ആഗ്രഹമുള്ള വണ്ടി താറ്. താറ്. എഴുതിയാ? താറ്. ഇതിനെ കടം കൂട്ടിട്ട് വാങ്ങിയത്. എന്റെ കടം വീട്ടിട്ട് വാങ്ങിയത്. നിന്റെ ലോൺ അടിച്ചിട്ട് വാങ്ങിയത്. ഓക്കെ. നിങ്ങളൊരു കൂർക്കം വിലയുള്ളത് ആർക്കാ? എനിക്ക് എന്റെ പെണ്ണുങ്ങളെ എവിടെയും താഴ്ത്തന ഇഷ്ടമല്ല. ഞാൻ കറക്റ്റ്. അത് എപ്പോഴും ഉള്ളൂ എന്നറിയോ? നല്ല ക്ഷീണിച്ച് വരുമ്പോ മാത്രമേ ഉള്ളൂ. അതായത് നമ്മൾ ഓവർ ടൈം ക്ഷീണിക്കുമല്ലോ, അപ്പൊ മാത്രമേ ഉള്ളൂ. ഓക്കെ. സിനു പറഞ്ഞിട്ട് കൊണ്ടുപോകാൻ ഇതുവരെ പറ്റാത്തൊരു സ്ഥലം, ഒരു ആഗ്രഹം. സംഭവം ഇന്ത്യ മൊത്തം കറങ്ങി എന്നാലും
എപ്പോഴും പറയുന്നത് എന്നോട് കൊണ്ടുപോകും. ഇനിയിപ്പോ ഇവിടെ കൊണ്ടുപോകാനുള്ളത് എന്നെ കൊണ്ടുപോകണം അതങ്ങമല എനിക്ക്. അങ്ങനെ ഒരു സ്ഥലം ഉണ്ടോ? ഇവിടെ ഉണ്ട് ഒരു അതങ്ങമല. ഒരു അതിനുശേഷം ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ല, എല്ലായിടത്തും കൊണ്ടുപോയിക്കണേ. എന്നാ ചോദ്യം, പിശുക്ക് ആർക്കാ? ഞാൻ ആണോ? സൂപ്പർ. പച്ച വെള്ളം കിട്ടൂല. ഓക്കെ, സിനുവിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു നടി? എനിക്കറിയില്ലല്ലോ. മഞ്ജുവാര്. ആരാ ഇഷ്ടം? കാവ്യ. കാവ്യ. അറിയില്ലല്ലോ. ഉണ്ട് കേട്ടോ. കാവ്യ. ശരി. തെറ്റ്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. നൗഫലിന് ഇഷ്ടമുള്ളൊരു നടൻ, ഏറ്റവും ഇഷ്ടമുള്ളൊരു നടൻ? പൃഥ്വിരാജ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്? ആ നമുക്ക് അറിയായിരുന്നു. ഞാൻ ഇതാണല്ലേ. ആ, ഇത് ഞാൻ എഴുതണോ? മലയാള, തമിഴ. ഇഷ്ടമുള്ള നടൻ മലയാളം വേണോ, ഹിന്ദി വേണോ, തമിഴ് വേണോ? വിജയന്റെ പാട്ട് ഇഷ്ടം. വിജയനോ? വിജയരാഘവനാ. വിജയനാരാ? ഹിന്ദി മലയാളം പറഞ്ഞരി. തമിഴ്. തമിഴ്. വിജയനായിരിക്കും. അതന്നാവും. ഗണപതി ഇരിക്കും. സൂര്യത. ധനുഷ്. ധനുഷ്. ആരല്ലേ? സൂര്യത. സൂര്യ. ഓക്കെ, എനിക്കറിയാത്തത്. എത്ര മാർക്ക് കിട്ടി? എനിക്ക് 1 1 2 3 4 5. ഇക്ക 3 6 4. സെയിം അല്ലേ ഉണ്ടാവുള്ളൂ. ആ, എത്ര ചോദ്യം 5 ചോദിച്ചു? 9 ചോദ്യം, 1 റിജക്ട് ആക്കില്ലേ? ഓക്കെ, 10 അല്ലേ നിങ്ങൾ ചോദിച്ചേ? അപ്പൊ എത്രയായി? 5. 5 ആ, കുഴപ്പമില്ല. 5 ഉണ്ടല്ലോ ഭാഗ്യം. ഉമ്മാക്ക് വിജയനെ ഇഷ്ടം? വിജയന്റെ ഒരു ഇഷ്ടമുള്ള പാട്ട് പറ. എനിക്ക് വിജയനും ഇഷ്ടമല്ല. പിന്നെ ഉമ്മാക്ക് ആരെ ഇഷ്ടം? വിജയന് ഇഷ്ടമുള്ള ആളുകളുണ്ട്. മമ്മൂട്ടിന്റെ ഓള് കേക്കണ്ട. ഓക്കെ, ഇഷ്ടം. പിന്നെ മമ്മൂട്ടിനല്ല. മമ്മൂട്ടിയുടെ സിനിമകൾ, അത് വളരെ നല്ലൊരു ആൻസർ. സൂപ്പർ. അപ്പം ഗെയിമും കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ഒരുപാട് സന്തോഷം. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ശരിക്കും ഇമ്പമുള്ള ഒരു കുടുംബം തന്നെയാണ്. അപ്പോൾ ഇതേപോലെ തന്നെ മുന്നോട്ട് എല്ലാവിധ സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാൻ പഠിച്ചവൻ അനുഗ്രഹിക്കട്ടെ എന്ന് പേജ് എടുത്തോട്ടെ കേട്ടോ. ഈ പേജ് എടുത്തോട്ടെ, അടുത്ത് ആര് ചോദിക്കുമ്പോ പറയാലോ. അടുത്ത വേറെ ചോദിക്കും. അപ്പൊ എന്തായാലും എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച് ഇത്ര നേരം സഹിച്ചു.